ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുക്കം ടയേഴ്സ് ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും ദുരിതമനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. 25 ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൈമാറിയതായി CMD OA കുര്യാക്കോസ് പറഞ്ഞു. 2026 അവസാനത്തോടെ പെരിന്തൽമണ്ണയിലും 2027 എറണാകുളം, കൊല്ലം ജില്ലകളിലും 2027 അവസാനത്തോടെ എല്ലാ ജില്ലകളിലും ഓരോ ബ്രാഞ്ച് ആരംഭിക്കാനും 2028ഓടെ കമ്പനിയുടെ പ്രവർത്തന മേഖല കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനും 2029 അവസാനത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബ്രാഞ്ച് എന്ന രീതിയിൽ ആരംഭിക്കാനും തീരുമാനിച്ചതായി മുക്കം ടയേഴ്സ് അധികൃതർ അറിയിച്ചു. 1993 മുക്കം ടയേഴ്സ് എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. അന്ന് അതിന്റെ ഫൗണ്ടറായി വന്ന എനിക്ക് തോട്ടുമുക്കം നിവാസിയായി എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പുതിയ ബിസിനസ് സംരംഭമായി എല്ലാ ബ്രാഞ്ചിലും ഒപ്റ്റിക്കൽ ഷോറൂം ആരംഭിക്കാനും ബോർഡ് മീറ്റിംഗിൽ തീരുമാനമായി. കമ്പനിയുടെ പ്രൊമോഷന്റെ ഭാഗമായി എല്ലാ കസ്റ്റമേഴ്സിനും ടയേഴ്സ് ആൻഡ് അലോയ് വീൽസ് എന്നിവയിൽ 30% മുതൽ 50% വരെ ഡിസ്കൗണ്ടും വീൽ ബാലൻസിംഗിലും വീൽ അലൈൻമെന്റിലും 25% ഡിസ്കൗണ്ടും നൽകുമെന്നും കമ്പനി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുക്കം ടയേഴ്സ് CMD OA കുര്യാക്കോസ്, ഡയറക്ടർ ഐവിൻ കുര്യാക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഭക്തിയും സംഗീതവും സാന്ത്വനവും സമന്വയിപ്പിച്ച് സ്വാതി